ومن أخلاقهم رضي الله عنهم شدة خوفهم من الله تعالى. അള്ളാഹുവിന്റെ ഭാഗത്ത് സംബന്ധിച്ചിടത്തോളം ഈ മഹാന്മാർക്കൊക്കെ പേടി ശക്തമാണ്, കൊടുമയാണ്. എന്താണത്? അല്ലെങ്കിൽ അള്ളാഹു തആല അവരെ അവസാനിപ്പിക്കുക മോശമായ കാര്യം കൊണ്ടായിരിക്കുമോ? ഇതാലോചിച്ച് പേടിയാണ്. അത് അവസാനം ചീത്തയാക്കി അള്ളാഹ് വിളിക്കുമോ എന്നുള്ള പേടി, അതാണല്ലോ പേടിക്കേണ്ടതും. അങ്ങനെ യകൂനു മിനൽ മഹ്ജൂബീന അൻഹു ഫിന്നാരി, അങ്ങനെ അള്ളാഹുവിനെ കാണാതെ നരകത്തിലായി അവര് അള്ളാഹിനും തൊട്ട് മറക്കപ്പെട്ട കൂട്ടത്തിൽ ആകുമോ? അള്ളാഹിനെ കാണാത്ത ഒരുപാട് ആൾക്കാർ നരകത്തിൽ കിടക്കുമല്ലോ, ആ കൂട്ടത്തിൽ അവരും ആകുമോ എന്നൊരു പേടിയാണ്. അത്രത്തോളം പേടിച്ചാണ് അവർ ജീവിച്ചത്. നമ്മക്ക് ആ വക പേടിയൊന്നുമില്ല. നമ്മക്ക് എന്താ ദുനിയാവ്, അവിടെ എന്തെങ്കിലും കിട്ടല് കുറഞ്ഞ പേടി, ശമ്പളം ഇല്ലെങ്കിൽ പേടി, ജോലി ഇല്ലെങ്കിൽ പേടി, അതും ഒരു പേടി. ദുന്യവിയായ പേടിയല്ലോ, ഉഖ്റവിയായ പേടിയാണ് ഈ മഹാന്മാർക്കൊക്കെ ഉണ്ടായിരുന്നത്. വക്കാൻ അഹദുഹും യഖുദു ബിത്തസ്കീരി വൽ ഹുസ്നി അത്താ യഗീബ അൽ ഹാദിരീന. ഇവരെല്ലാവരും സദസ്സിലിരിക്കുമ്പോൾ സദസ്സിലുള്ള ആൾക്കാരെ തൊട്ട് വരെ മറഞ്ഞു പോയിട്ടുണ്ടാവും. അവരുടെ മനസ്സിൽ സദസ്സിലെ ആൾക്കാരുണ്ടാവില്ല. അത് വരെ അത്രത്തോളം ഒരു ചിന്തയിലും ദുഃഖത്തിലുമായി കൊണ്ടിരിക്കും അവരെന്നാണ്. ഒരു ദുഃഖത്തിലും ചിന്തയിലായിരിക്കും. അവിടെ അടുത്തുള്ള ആൾക്കാരെ പറ്റിയത് അറിയില്ല, സദസ്യാന്നുള്ളത് അറിയില്ല, ആ നിലന്നെ വിട്ടുപോയില്ല. നോക്കൂ മഹാന്മാർ ഓരോരുത്തരുടെ ചരിത്രങ്ങൾ. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ഇദാ സമിഅ ബി ഹദീസിൻ, എന്താ ഹദീസ്? ബി ഹദീസ് ആഖിറു മൻ യഖ്റുജു മിനൻ നാരി റജുലുൻ യഖ്റുജു ബഅദ അൽഫി സന. നരകത്തിൽ നിന്ന് പുറപ്പെടുന്ന കൂട്ടത്തിൽ അവസാനത്തെ ആൾ ഒരാളുണ്ട്. അയാൾ നരകത്തിൽ 1000 വർഷം കടന്നിട്ടുണ്ടാവും. ആ 1000 വർഷം കടന്ന ശേഷമാണ് അയാൾ നരകത്തിൽ വരുന്നത്. ഈ ഹദീസാണ് മഹാൻ കേൾക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ യഖൂൽ ഹസൻ ബസരി തങ്ങൾ പറയാണ്, യാ ലൈതനി കുന്തു ദാലിക റജുല. അങ്ങനെ വരുന്നതാണ്, ഞാനായാൽ എത്ര നന്നായിരുന്നേനെന്ന മൂപ്പര് പറഞ്ഞത്. ഇതിന് ഒരു പിടി ആർക്കും കിട്ടുന്നില്ല എന്താ മൂപ്പര് പറഞ്ഞ ആശയം. അങ്ങനെ വന്നപ്പോ വക്കീല ലഹു യൗമൻ ബി ദാലിക, ഒരു ദിവസം ഇങ്ങനെ മൂപ്പര് പറഞ്ഞപ്പോ അതിനെ കുറിച്ച് ചോദിക്കപ്പെടുകയുണ്ടായി. അപ്പൊ അതിന്റെ മറുപടിയായിട്ട് വക്കാല മഹാൻ പറഞ്ഞത്, അലൈസ യഖ്റുജു മിനൻ നാരി, അങ്ങനെ അവസാനം ഇറങ്ങുന്നത് പുറപ്പെടുമല്ലോ, അത്രയും ശിക്ഷ അനുഭവിച്ച ശേഷം ഉണ്ടാകും. അപ്പൊ സ്വർഗം മോഹിക്കാൻ അവകാശമില്ലാത്തത് കൊണ്ട് നരകമുണ്ടാകുക. ആ നരകത്ത് കടന്ന് ശിക്ഷയൊക്കെ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് വരാമല്ലോ. ഇതാണ് അവരുടെ വിനയത്തിന്റെയും സ്വഭാവത്തിന്റെയും ഒക്കെ കോലം. ഇതൊക്കെ പേടികൊണ്ട് പറയുന്നതാണ്, ഫോർമാലിറ്റിക്ക് പറയുന്ന ഒന്നല്ല ഇത്. വകാന സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു യഖൂൽ, എന്നാ സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? മാ അമിന അഹദുൻ അലാ ദീനിഹി, ഒരാളും തന്റെ ദീന്റെ മേലിൽ നിർഭേദമുള്ളവനല്ല. അങ്ങനെ വാക്ക് മഹാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം വാലിബൻ, സാധാരണഗതിയിൽ ഇല്ലാ സലബഹു, ആ ദീന് അവരിന്ന് ഊരിയിട്ടല്ലാതെ. അത് പേടിക്കും, പടച്ചോനെ ദീൻ ഊരപ്പെടുമോ, ഞാൻ മുഅ്മിനല്ലാതെ വരുമോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടാവില്ല. എന്നാ മഹാൻ പറഞ്ഞിരുന്നത്. എന്നാ ഇമാം അബൂ ഹനീഫ തങ്ങളോ വക്കാനൽ ഇമാമു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറഞ്ഞത് അക്സറു മാ യുസ്ലമു മിനൻ നാസി അൽ ഈമാനു ഇൻദൽ മൗത്ത്. ജനങ്ങളിൽ നിന്ന് അധികവുമായിട്ട് ഈമാൻ എന്ന് പറയുന്ന അമൂല്യം ഊരപ്പെടുക മരണസമയത്താണ് അധികവും കാണുന്നത്. അഴുതുമില്ല, അള്ള കാത്തു രക്ഷിക്കട്ടെ. മരണമാണ് സുഖമായി പോവേണ്ടത്, അന്ത്യം നന്മയാവണം. ഇതൊക്കെ ഓർത്തിട്ടാണ് അവർ കരഞ്ഞുകൊണ്ടിരുന്നത്. വകാന ബിസ്റുൽ ഹാഫി റഹിമഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയുന്നു, ഇദാ സുഇദത്തിൽ മലായികത്തു ബിറൂഹിൽ മുഅ്മിനി, ദുനിയാവിൽ വന്നിട്ട് മോമിനായിരിക്കുന്ന മനുഷ്യന്റെ ആത്മാവുമായി മലായികത്ത് മാനവലോകത്തിൽ കയറിയാൽ, ഫഖദ് മാതാൽ ഇസ്ലാമി, അത്തരത്തിൽ ഈ മനുഷ്യൻ മുസ്ലിമായിട്ട് മരിച്ചിട്ടുണ്ട്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ തഅജ്ജബത്തിൽ മലായികത്ത് മിൻഹു, മാനവലോകത്തുള്ള മലായികത്ത് ഈ ആത്മാവിനെ കണ്ട് അത്ഭുതപ്പെടുകയാണ്. വഖാലു കൈഫ നജാ ഹാദാ മിനദ് ദുനിയ വഖദ് ഹലക ഫീഹാ ഖിയാറുനാ,
അപ്പൊ ഈ മലായിക്കത്ത് ചോദിക്കുകയാണ്, ഈ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ആ പ്രപഞ്ചത്തിൽ ഞങ്ങൾ ഉന്നതന്മാരൊക്കെ നശിച്ചു പോയിട്ടുണ്ടല്ലോ എന്ന് മലായിക്കത്ത് പറയുന്നുണ്ട്. അത്രത്തോളം മഹാ അത്ഭുതമുണ്ടൊരു മോമിനായ മനുഷ്യൻ ആത്മാവ് ലോകത്തുനിന്ന് ഉയരുമ്പോ. അതാണ് ബിശ്റുൽ ഹാദി തങ്ങൾ മനസ്സിലാക്കി പറഞ്ഞത്. ഇതൊക്കെ വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പേടി ഇവിടെ ആ കൊടുമയിൽ ജീവിക്കുമ്പോഴാണ്. മഹാൻ പറയുന്നു, എന്താ പറയുന്നത്, തത്ലു റൂഹുൽ അബ്ദി അലാമ കാനൽ വാലിബു അലൈഹി ഖബല മൗതിഹി. ഒരു മനുഷ്യൻ അവൻ മരിക്കുന്നതിന് മുമ്പ് അധികവും ഏതൊരു പ്രവൃത്തിയായിരുന്നോ അതേ പ്രവൃത്തിയുടെ മേലിലായിരിക്കും ഒരു മോമിന്റെ അടിമയുടെ റൂഹിനെ പിടിക്കപ്പെടുക. ആണോ? ചില ആൾക്കാർ സുജൂദിന് അല്ലെങ്കിൽ നിസ്കാരത്തിന് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ കളിക്കുമ്പോൾ അല്ലെങ്കിൽ തമാശ അറിയുമ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുമ്പോൾ ഇതിൽ ഏതാണോ മികച്ചു നിൽക്കുന്നതിന് അധികവും അങ്ങനെ വരിക. നോഴുതുമില്ല അള്ള കാത്തു രക്ഷിക്കട്ടെ. നല്ല രൂപത്തിലേക്ക് അള്ള നമ്മൾ ആത്മാവിനെ പിടിക്കട്ടെ. കാലം അതിന് മഹാൻ പറയാണ്, ദഖൽതു അലാ മുഹ്തദരിൻ, ഒരു മരണം ആസന്നമായ ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ കടന്നു ചെന്നു. ഫകുന്തു കുല്ലമാ അഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ മരണം ആസന്നമായ വ്യക്തിക്ക് കെലിമ എണ്ണി കൊടുക്കണമല്ലോ അവിടെ അടുത്തുള്ള ആൾക്കാർ. അപ്പൊ ഈ മഹാൻ ഈ മനുഷ്യനിങ്ങനെ കെലിമ എണ്ണി കൊടുക്കുകയാണ്. ഈ കെലിമൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോഴൊക്കെ ഈ മനുഷ്യന്റെ പണി എന്താണ്? യഅ്സിബു ദറാഹിമ, അയാളിങ്ങനെ പണങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ കെലിമ ചെല്ലണില്ല. അപ്പൊ അയാളെ പണി എന്ത് ചെയ്യുന്നത്? അധികം പൈസങ്ങനെ എണ്ണുന്ന പണിയുണ്ട്. അപ്പൊ ആ സമയത്ത് ഇയാൾ പൈസങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അവസ്ഥ? ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ വരുന്നതെന്നാണ്. ഇതൊക്കെ നമ്മൾ പേടിക്കേണ്ടത് തന്നെയല്ല ആലോചിക്കുമ്പോ. കാന മുത്തറബി അബിദില്ല മുത്തറബിന് കാന മുത്തറബിനു അബിദില്ല യഖുൽ. മഹാൻ പറയുന്നു, ഇന്നി ലഅജബു മിമ്മൻ ഹലക ഗൈബ ഹലക. നശിച്ചുപോയ ആൾക്കാരുണ്ട്, അവരാൽ ഒരിക്കലും ഞാൻ അത്ഭുതപ്പെടുന്നില്ല. അവരെങ്ങനെ നശിച്ചു പോയത്, എങ്ങനെ നശിച്ചെന്ന് ഞാൻ ചിന്തിക്കാറില്ല, അത്ഭുതപ്പെടാറില്ല. വൈനമ അഅജബു മിമ്മൻ നജ കൈഫ നജ. രക്ഷപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്, അവർ എങ്ങനെയാണ് ഈ മഹാവലയത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, ഇതാണ് ഞാൻ എപ്പോഴും ഓർത്ത് അത്ഭുതപ്പെടുന്നതിനാണ്. ഒരു മനുഷ്യന്റെ മേൽ, ഒരു അടിമയുടെ മേൽ അള്ള ഗുണം ചെയ്തിട്ടില്ല, ഒരനുഗ്രഹം കൊണ്ട് അള്ള ഗുണം ചെയ്തിട്ടില്ല. അഫ്ളല മിൻ ഐ യുമീതുഹു അലൽ ഇസ്ലാം. ആ മനുഷ്യനെ അള്ളാഹു മുസ്ലിമായിട്ട് മരിപ്പിക്കുക, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നിയമത്ത് അള്ളാഹു തആല അടിമക്ക് കൊടുത്തിട്ടില്ല. ഏറ്റവും വലിയ നിയമത്ത് മരിക്കുമ്പോൾ ഈമാൻ കിട്ടൽ തന്നെയാണ്. അൽഹംദുലില്ലാഹ്, ആ നിയമത്ത് അള്ളാഹു നൽകട്ടെ. ഫകാന സയ്യിദ് ബിൻ അസ്ലമ യഖൂൽ, സയ്യിദ് ബിൻ അസ്ലം തങ്ങൾ പറയുമായിരുന്നു, ലൗ കാനൽ മൗതു ബിയദി ലഅദഖ്തുഹു നഫ്സി. മരണം എന്ന് പറയുന്ന സാധനം എന്റെ കയ്യിലായിരുന്നുവെങ്കിൽ അത് ഞാൻ എന്റെ നഫ്സിനെ ഇങ്ങനെ രുചിപ്പിക്കുമായിരുന്നേനേന. വഅന മുഹിബ്ബുൽ ലിൽ ഇസ്ലാം. എത്തരത്തിൽ ഞാനെന്താണ് ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നു, ആ നിലയിൽ എന്റെ ശരീരത്തിനെ ഇങ്ങനെ ഞാൻ രുചിപ്പിക്കുമായിരുന്നു മരണത്തെ. പക്ഷെ എന്ത് ചെയ്യാൻ, വലാക്കിന്റെ ഹുലൈസ ബിയദി, മരണം എന്റെ കയ്യിലല്ലെന്നാണ്. അപ്പൊ ഇസ്ലാമിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ മരിക്കുക എന്ന് ശരീരത്തിനെ രുചിപ്പിച്ച് അപ്പോഴൊക്കെ മുസ്ലിം ആകാനാണ്. ആ രീതിയിൽ മുസ്ലിമായി മരിക്കണം നടത്താം. സുഫിയാൻ സൗരി മറത്തൻ, ഒരിക്കൽ സുഫിയാൻ എന്നവർക്ക് അറിഞ്ഞു. അങ്ങനെ മുമ്പ് ബോധരഹിതനായി വീണു. അപ്പോ വക്കീലഹു ബോധಕ್ಕೆ തെളിഞ്ഞ മുമ്പ് ചോദിക്കുക, അലാമാ തനിക്ക് എന്തിനെ പേര് കരഞ്ഞെന്ന് ചോദിച്ചു. വക്കാല, അപ്പൊ സുഫിയാൻ എന്നവർ പറയാണ്, ബക്കൈന അല ദുനൂബി സമാനൻ. ഒരുപാട് കാലമായി നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ തെറ്റിന്റെ മേലിങ്ങനെ ഓർത്ത് ഞാൻ കരഞ്ഞതാണ്, കരയണല്ലോ. വനഹരു അൽ ആൻ, ഇന്ന് നമ്മൾ നബിക്ക് കരയുന്നു. എന്തിന്റെ മേല്? അൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ മേലിലാ കരയുന്നു. അതിനാ ഐ ഖൗഫൻ ഐ യദ്ഹബിന്ന, ഇസ്ലാം നമ്മളിൽ നിന്ന് പോകുമോ എന്നുള്ള പേടി ഓർത്തിട്ടാ, അത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ മറുപടി പറയും. അതെന്നെയാണ് പേടിക്കേണ്ടതും. അപ്പൊ കാളിയക്കോരോ മഹാൻ പറയുമായിരുന്നു,
ചിലപ്പോഴൊക്കെ അടിമകൾ മനുഷ്യന്മാരൊക്കെ വിഗ്രഹങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കും. ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ലാസ്റ്റിൽ അവൻ വിജയിയായിരിക്കും. അത് അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെ ഉണ്ടായിരിക്കും. അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട്, തെറ്റ് ചെയ്താലും അവസാനം ഒരു വിജയിക്കപ്പെടും. അത് അള്ളാഹുവിന്റെ തീരുമാനം. അപ്പൊ അതിന്റെ പ്രവൃത്തി ഉണ്ടാവും. ഓ റുബ്ബമാ യുത്തിയോ വഹുവമില്ലായി സത്യൻ. ഒരുപക്ഷെ ഇവൻ അള്ളാഹ്ക്കാണ് ഇബാദത്ത് ചെയ്തത്, പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാഹിന്റെ അറിവിൽ ഇവൻ പരാജയപ്പെട്ടവനായിരിക്കും. നഅൂദുബില്ല, എങ്ങനെ അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അള്ളാഹിന്റെ തീരുമാനം എങ്ങനെ അത് നടക്കും. ആ ഒരു തീരുമാനം അറിയാത്തത് കൊണ്ടാണ് ഈ മഹാന്മാരൊക്കെ ഓർത്ത് കരഞ്ഞതും ചിന്തിച്ചതും ഒക്കെ. അത് തെളിവുണ്ട്. ഈ ഹദീസി ഇന്ന അഹദക്കും ല യഅമലു ബി അമലി അഹ്ലിൽ ജന്ന. വിഷയം, നിങ്ങൾ ഒരുവൻ സ്വർഗക്കാർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അത് ചെയ്യും. നിസ്കരിക്കും, നോമ്പ് വെക്കും, ഖുർആൻ ഓതും, ഒരു തെറ്റ് ചെയ്യൂല. അങ്ങനെ കൊണ്ടും എത്രത്തോളാണ് ഇബാദത്ത് എത്തിയെന്ന് പറയുക. അത്താമായൂരു ബൈനഹു ബൈനഹ ഇല്ലാ ദിറാവ്. ഇനി അയാളും സ്വർഗവും തമ്മിലുള്ള അടുപ്പം ഒരു മുഴം അത്ര അടുത്തെത്തിയത്. ഇങ്ങനെ ആളുണ്ട്. പക്ഷേ അയാൾ അവസാന ഘട്ടത്തിൽ അതൊക്കെ മാറി നരകത്തിന്റെ പ്രവൃത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കാരണം അങ്ങനെ നരകത്ത് പോകും. ഇതായിരിക്കും അള്ളാഹിന്റെ തീരുമാനമെങ്കിൽ അത് നടക്കും. ഈ അന്തിമം എന്താണ്? ആ റബ്ബിനെ അറിയണം. അതാണ് പേടി, അതാണ് വിചാരിക്കേണ്ടത്. അൽ ഹദീസ് ഹദീസ് വായിച്ചാൽ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സംഗതിക്ക് ബുദ്ധിയെ പേടിപ്പെടുത്തുന്നതും ഭീകരമായി അന്തരീക്ഷത്തിൽ ഭയപ്പെടുത്തുന്നതും നീക്കിക്കളയുന്നതുമാണ് ഈ കാര്യത്തിൽ. ഒബിൽ ഹദീസ്, ഹദീസിൽ കാണാം അസ്ദഖുൽ മുഅ്മിനീന ഈമാനൻ. ഈമാനിനാൽ നിങ്ങളെ കൂട്ട് സത്യവിശ്വാസത്തോട് ഏറ്റവും സത്യവാൻ ആരാണ്? യഥാർത്ഥ ഈമാനുള്ളവർ. അക്സറും തഫക്കുറും ദുനിയ. ദുനിയാവിൽ ചിന്ത അധികരിപ്പിച്ചവർ ആരോ അവരാണ്. ദുനിയാവിൽ നിന്നിട്ട് ആഖിറത്തിലേക്ക് ചിന്തിക്കണം. അവരാണ് യഥാർത്ഥ മോമിൻ എന്നർത്ഥം. അസദ്ദുന്നാസി ഫറഹൻ ഫിൽ ജന്നത്തി അക്സറും ബുക്കാഇ ദുനിയ. സ്വർഗത്തിൽ സന്തോഷത്താൽ ഏറ്റവും ശക്തനായ ആളാരറിയോ? ദുനിയാവിൽ വെച്ചിട്ട് കൂടുതൽ കരഞ്ഞവരാണ്. പഠിച്ചവരെ, എന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ തെറ്റ് ചെയ്തവനാണ്, ഇബാദത്ത് കുറഞ്ഞവനാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ഒറ്റയ്ക്കാണ്, ഈ മഹ്ശറിൽ ഞാൻ വരുമ്പോ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതെല്ലാം ഓർത്ത് അള്ളാഹുവിന്റെ മുന്നിലെ നിർത്തതൊക്കെ ഓർത്ത് പേടിച്ച് കരയുക. അങ്ങനെ കരഞ്ഞ ആളുകളാണ് സ്വർഗത്തിൽ സന്തോഷവാന്മാര്. ആലോചിക്കണം മൂമിനുകളെ, എന്താ നമ്മുടെ അവസ്ഥ? മഹാൻ പറയുന്നു, അല്ല തെറ്റി. പാഠം ഉൾക്കൊള്ളുക, ചിന്തിക്കുക, ആലോചിക്കുക എന്നുള്ള കാര്യങ്ങൾ മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അത്ഭുതകരമായിരിക്കുന്ന പല ഹിക്മത്തും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന, ആർക്കൊന്നും പിടുത്തം കൊള്ളില്ല, അങ്ങനത്തെ അത്ഭുതം കിട്ടുന്ന. പക്ഷെ ചിന്ത വേണം, ആലോചന വേണം. അങ്ങനെ അപ്പൊ അവരിൽ നിന്ന് നിനക്ക് കേൾക്കാൻ കഴിയും ഒരുപാട് വാക്കുകൾ. ആ വാക്കുകളൊക്കെ ചിന്തകന്മാരും ബുദ്ധിമാന്മാരൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനത്തെ വാക്കുകൾ ഞാൻ പറയാനുള്ളത്. ഇത്തരം മഹാൻ, ഇത്രയും ഒരു വലിയ ഒരാളാണെങ്കിൽ അയാളെ മുന്നിൽ തല കുരിച്ചു നിൽക്കും പണ്ഡിതന്മാര് എന്നാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഇതൊക്കെ പാടെ കണ്ടിട്ട് ഓരോ അത്ഭുതപ്പെട്ടു പോകുന്നതാണ്. അങ്ങനെ ഈ കാര്യങ്ങൾ സൂക്ഷിക്കുവാൻ വേണ്ടി വലിയ വലിയ ആൾക്കാർ വന്നിട്ട് വേഗത്തിൽ അത് എഴുതിയെടുത്ത് മനസ്സിലാക്കുന്നു. അതിന് പറ്റുന്ന ചിന്തകൾ വന്നുകൊണ്ടിരിക്കും, ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും ഉണ്ടെങ്കിൽ. ഫഖാല സുഫിയാൻ സൗരി, മഹാൻ പറയാണ്, ഖൗഫുൽ മുഅ്മിനി വഹുസ്നുഹു, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഭയം, അവന്റെ ദുഃഖം, അലാ ഖദ്രി ബസീറത്തി, അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ച ശക്തി എത്ര ഉണ്ടോ അതനുസരിച്ച് വരും. അപ്പൊ ഞമ്മക്കൊക്കെ ഉൾക്കാഴ്ച കുറവാണ്, അവിടെ കരച്ചിരി വരുന്നില്ല, ദുഃഖവും വരില്ല ആഖിറത്തോർത്ത്, അതാണ് വരേണ്ടത്. ഫകാന വജ്ഹു മുഹമ്മദ് ബിൻ വാസിഅ എന്ന് പറയുന്ന ആളുടെ മുഖം കാന്നഹു വജ്ഹു സകലൗ ഫഖദത്തു വലദഹ. ഒരു ഉമ്മ, അവൾ പ്രസവിച്ചിട്ട് കുട്ടി ഇല്ലാതെ
അപ്പൊ കുട്ടി നഷ്ടപ്പെട്ടു പോയ ബർക്കത്തില്ലാത്തൊരു പെണ്ണ് എങ്ങനെയാണോ ആ പെണ്ണിന്റെ മുഖം വളരെ വിഷമത്തിലല്ലേ, അതുപോലെയായിരുന്നു മുഹമ്മദ് ബിൻ വാസിന്റെ മുഖം. വക്കാലായറാവു ആയത് ഒരാളും അദ്ദേഹത്തെ കാണൂല. ഇല്ലാ ജാലത്തിന് കൽബിഹി അൽ ഖസ്വ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു മഴക്കെട്ടിന്റെ ഒരു മോശമായ ചിന്ത, കരിമ്പാറ പോലത്തെ മനസ്സല്ലേ, കട്ടിയായ മോശമായ സ്വഭാവം, അത് നീങ്ങിയിട്ടല്ലാതെ ഇല്ല. ആരദ്ദേഹത്തെ കണ്ടാലും അത്ര മനസ്സുള്ളവരൊക്കെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്ന. പക്കാലയൊക്കെ മഹാൻ പറയും, ലാ തസ്ഹബ് മിനന്നാസി, ജനങ്ങൾ നീ സഹവസിക്കണ്ട, കൂട്ടുകൂടണ്ട. ഇല്ലാമൻ യുഫദ്ദിലുക, ഒരുത്തർ യുഫദ്ദിലുക ബിറുഇയതിഹി, അല്ലെങ്കിൽ ഒരുത്തൻ യുഫദ്ദിലുക, അവൻ നിന്നെ ശ്രേഷ്ഠനാക്കും, ബിറുഇയതിഹി, അവൻ കാണൽ കൊണ്ട്, ഖബല കലാമിഹി, അവന്റെ സംസാരത്തിന് മുമ്പ് തന്നെ അവനെ കാണുക എന്നത് കൊണ്ട് തന്നെ അവൻ നിന്നെ പ്രത്യേകവും ശ്രേഷ്ഠമുള്ളവരെ കാക്കും. അങ്ങനത്തെ നല്ല ആൾക്കാരെ കൂട്ടുകാർ പറ്റുള്ളൂ. വകാന ഉഹൈബിനുൽ വറുദ് യഖൂലു, മഹാൻ പറയാ, ഔഹല്ലാഹു തആല ഇലാ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു വഹി അറിയിക്കാണ്, യഗ്സിൽ ഖൽബക, താങ്കൾ ഹൃദയത്തെ കഴുകണം എന്നാ പറയുന്നത്. വഖാല, അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ്, യാ റബ്ബി, എന്റെ റബ്ബേ, അൽമാഉ ലാ യസ്രിനി, ഖൽബിലേക്ക് വെള്ളം ചേരുമല്ലോ, കൈഫ അഗ്സിലു, പിന്നെ ഞാൻ എങ്ങനെ നബിയെ കഴുകുക എന്ന് ചോദിച്ചു. വഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു, അഗ്സിൽഹു ബിതൂറിൽ ഹമ്മി വൽ ഗമ്മി വൽ ഹുസൻ, മനദുഃഖം, പ്രയാസം, ചിന്ത ഇത്യാദി കാര്യം ദീർഘമായി ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്റെ പാപകരം നീ കഴുകിക്കളയുക എന്നാ പറഞ്ഞത്. അലാമ ഫാത്തക്ക മിന്നി അമായ പോത്തു, അലാമ ഫാത്തക്ക, നിനക്ക് നഷ്ടപ്പെട്ടു പോയ ഒന്ന് എന്റെ ഭാഗത്തുനിന്നും, ഒമായ പോത്തു, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നും, അങ്ങനെ ചിന്തിച്ച് കരയുക. കാന ഇബ്രാഹിം, അദ്ദേഹം ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ പറയാണ്, ഇന്നല്ലക്കാമല്ലത്തി തുസീബുൽ ഖൽബ, ഹൃദയത്തിന് എത്തിക്കൊണ്ടിരിക്കുന്ന, പിടികൂടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങള്, അസിരുക, ആ രോഗങ്ങളുടെ അടിസ്ഥാനം ദുരുയി, പാപക്കറകളാണ്, പാപം ചെയ്തുള്ള കറകളാണ് അതിന്റെ അടിസ്ഥാനം. അത്തരം രോഗങ്ങൾ അങ്ങനെയാണ്. ഏതുപോലെ ലക്കാവിൽ ബദരി, ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ തൻശോധം ഉണ്ടാവും, അന്താതി, രോഗങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിന് മറ്റൊരു പല കാരണവും ഉണ്ടാവും. അത്തരം കാര്യങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഏതൊരു രോഗം ഉണ്ടെങ്കിലും ആ രോഗത്തിന് ചികിത്സയുണ്ട് എന്നാണ്. ഒരു മനുഷ്യന്റെ പ്രയാസം അഥവാ മനദുഃഖം ഗഡിച്ചിയായി വരികയാണെങ്കിൽ അയാൾ രണ്ട് കണ്ണിന്റെ കണ്ണുനീര് അയാൾ കൽബിലേക്കാണ് മടങ്ങുക. അൻഹല്ലത്ത് ബദനുഹു, അങ്ങനെ അവന്റെ ശരീരം എന്നാൽ കട്ടായിട്ട് പോകുന്ന അങ്ങനെ ഉണ്ടാവാം. തൊക്കീലൽ ഇബ്രാഹിം എന്നോട് ചോദിക്കപ്പെടുകയാണ്, അലാ തഖ്ലബ് ഷൈബ ഖലിഹിയതിക, ഇബ്രാഹിം താങ്കളുടെ താടിയൊക്കെ ധരിച്ചിരിക്കുന്നു, ആ താടി എന്താ മൈലാഞ്ചി ഇടാത്തത് ചോദിച്ചു. തൊക്കാല, അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അൽ ഖിലാബ് മഅദൂദുൻ മിനൽ ജീവിതത്തിൽ, അത് അഴകിലായിട്ട് എണ്ണപ്പെട്ട സാധനമാണ്. നമ്മളാണെങ്കിൽ സന്തോഷത്തിലും ദുഃഖത്തിലും വിഷമത്തിലും പകരം നമ്മൾ ഇരിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് ഞങ്ങളെ അസ്ഥാനം. കാലോലി ബിശ്രുബിൻ ഹർസ്, അപ്പൊ അവർ ബിശ്രുബിൻ ഹർസിനോട് പറയാണ്, ബാലന, നമുക്കെന്താ, ലം നൻസിൽ നറാക മഹ്മൂദൻ, ലം നസൽ നറാക മഹ്മൂദ്, എപ്പോഴും ഹമ്മിലായിക്കൊണ്ട് താങ്കളെ കാണുന്നുള്ളതാണ്, എന്താണെന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ ബിശ്രു പറയാണ്, അന്നി റജുലും മത്ലൂബുൽ ഹാകിമിൽ ഹുഖൂഖ്, ഒരു വിധികർത്താവ് എന്ന് കടമകളുമായി തേടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞു. അങ്ങനെ വെക്കാരെ യഖൂലു, അവൻ പറയുകയാണ്, ആര്, ഇയാൾ പറയുകയാണ്, എല്ലാ വിഷമങ്ങളും പൊളിഞ്ഞു പോകും, എല്ലാ ഹുദനും, പാപത്തിന്റെ ദുഃഖം വഴി അത് പൊളിയില്ല തോന്നും. ഫൈൻഡുഹുവേട്ട ജദ്ദതുമായ ലംബാസ്, ഓരോ ശ്വാസം വിടുമ്പോഴും ശ്വാസത്തിന്റെ കൂടെ ഒക്കെ കൂടി പുതുങ്ങിക്കൊണ്ടിരിക്കും, അത് വല്ലാത്തൊരു അടങ്ങാറാണ് അത് പറഞ്ഞു.